ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്തായി നടക്കുന്ന പലതരം കുറ്റകൃത്യങ്ങളിൽ ലഹരിയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം എല്ലാവിധ ആക്രമണങ്ങൾക്ക് പിന്നിലും ലഹരി ഉപയോഗിച്ചിരുന്നതായി, പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നതായി, കുറ്റക്കാർ ലഹരി ഉപയോഗിച്ചിരുന്നതായുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം അമ്പൂരിയിൽ നിന്നും അത്തരമൊരു കൊലപാതകത്തിന്റെ വാർത്തയാണ് വരുന്നത്. അച്ഛൻ മകനെ കുത്തിക്കൊന്നു. അമ്പൂരി സ്വദേശി മനോജിനെയാണ് അച്ഛൻ വിജയൻ കൊലപ്പെടുത്തിയത്. മദ്യലഹരിയിലാണ് കൊലപാതകം നടന്നതെന്നാണ് സൂചന. വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഒരു കൊലപാതകം അത് മദ്യലഹരിയിൽ നടത്തിയ കൊലയാണെന്ന് മനസ്സിലാകുന്നു. എന്താണ് പ്രകോപനപരമായ കാരണങ്ങൾ എന്ന് വ്യക്തമാകുന്നുണ്ടോ? പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജിൽസി, തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയായിട്ടുള്ള അമ്പൂരിയിലാണ് ഇങ്ങനൊരു ദാരുണമായിട്ടുള്ള ഒരു ക്രൂര കൊലപാതകം നടന്നിട്ടുള്ളത്. അച്ഛൻ സ്വന്തം മകനെ കുത്തി കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് അമ്പൂരിയിൽ സ്വന്തം മകനെ അച്ഛൻ കുത്തി കൊലപ്പെടുത്തിയത്. 29 വയസ്സുള്ള മകൻ ആണ് കൊല്ലപ്പെട്ടത്. അച്ഛൻ വിജയനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാജേഷിന് 29 വയസ്സാണ് പ്രായം. ഇന്നലെ രാത്രി കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുകൊണ്ട് രാജേഷും വിജയനും തമ്മിൽ, അച്ഛനും മകനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഈ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഇരുവരും മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. മദ്യപാനത്തിന് ശേഷം വീട്ടിലെ ചില സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യത്തെ തുടർന്ന് തർക്കമുണ്ടാവുകയും ഈ തർക്കത്തിനൊടുവിൽ കത്തി ഉപയോഗിച്ചുകൊണ്ട് അച്ഛൻ മകനെ കുത്തി കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഈ കൊലപാതകം നടന്ന ഉടൻ തന്നെ ഈ സംഭവം നടന്ന ഉടൻ തന്നെ രാജേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും പ്രതിയെ നെയ്യാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായിട്ട് അന്വേഷിച്ചു വരികയാണ്. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും നടന്നു വരുന്നുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, എന്താണ് സാമ്പത്തിക തർക്കം, ഇതടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ വിശദമായിട്ട് അന്വേഷിക്കുകയാണ്.